എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനും അതുപോലെ തിരുത്തുന്നതിനും അതുപോലെ റീഅറേഞ്ച് ചെയ്യാനും ആവശ്യമില്ലാതെ ഒഴിവാക്കാനും അതുപോലെ പുതിയ ഓപ്ഷൻ നൽകുന്നതിനുമുള്ള അവസരം നാളെ അവസാനിക്കും. അതുപോലെ തന്നെ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ സംവരണ വിഭാഗം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പരീക്ഷാ ബോർഡ് രജിസ്റ്റർ നമ്പർ, ആധാർ നമ്പർ എന്നിവ ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും തിരുത്താൻ സാധിക്കുന്നതാണ്. അപേക്ഷ തിരുത്തുന്ന വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അതായത് പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഓൺലൈനിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഫീസ് അടച്ച ശേഷം ഓൺലൈനായിട്ട് അപേക്ഷ നൽകാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കും ജൂൺ 14-ാം തീയതി, അതായത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാം. വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ രാത്രി വരെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നേരത്തെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിൽ അപേക്ഷിച്ചവർക്ക് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും പുതുതായി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ലോഗിൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. VHSC NSQF ബോർഡുകളിൽ നിന്നുള്ളവർ ഫസ്റ്റ് ലാംഗ്വേജ് 3 കോർ വിഷയങ്ങൾ അഡീഷണൽ മാത്തമാറ്റിക്സ് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. വൊക്കേഷണൽ വിഷയങ്ങളും എൻ്റർപ്രണർഷിപ്പ് എന്ന വിഷയവും എൻ്റർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇനി വിദ്യാർത്ഥികൾ അപേക്ഷ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അതായത് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള തിരുത്തലുകളൊക്കെ വരുത്തി കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. വായിച്ച് നിങ്ങൾക്ക് ഒരു തെറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസും അതുപോലെ മറ്റ് കാര്യങ്ങളും ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ സേവ് ആൻഡ് അത് നിങ്ങളുടെ ആ ഒരു മോഡിഫിക്കേഷൻ സേവ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അവസാനമായിട്ട് ഫൈനൽ സബ്മിഷൻ ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ മോഡിഫിക്കേഷൻ ചെയ്ത ഡാറ്റാസും അതും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്, അതുപോലെ ഇനി ഒന്നും മാറ്റേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അതായത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ൗട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മോഡിഫിക്കേഷൻ ചെയ്യാൻ, അതായത് എഡിറ്റ് ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ ഇതുവരെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അപേക്ഷയിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു കൾച്ചറൽ കോട്ട, PD കോട്ട, സ്പോർട്സ് കോട്ട എന്നിങ്ങനെയുള്ള കോട്ട അലോട്ട്മെൻറ്റുകൾ ഇവിടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുമായി കോൺടാക്റ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ ആ ഒരു കോളേജുകളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ MG യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നാളെ വരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അത് വൈകുന്നേരം വരെയല്ല, രാത്രി വരെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.